പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ പ്രാർത്ഥനയുടെ ചിന്തകൾക്ക് വേണ്ടിയിട്ട് ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം എൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആ വചനത്തെ ചരിത്ര പശ്ചാത്തലത്തിലേക്കും പോകുന്നില്ല. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിത്തരുന്ന ശക്തമായൊരു ദൂതാണ്. ഹല്ലേലൂയ. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും പലവിധമായ മടുപ്പുകൾ കൊണ്ടുളവാകുന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ മടുപ്പുകൾ വന്നു കഴിയുമ്പോൾ നാം പ്രാർത്ഥനയിൽ അകന്നു പോകുന്നു, ദൈവ സാന്നിധ്യം നമ്മൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ വിവിധമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അലയടിച്ചുയർന്ന് അത് വലിയ സങ്കീർണതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, ഏത് സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, എന്നോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യങ്ങളിലുള്ള 800 കോടിയിലധികം ജനത്തിൻ്റെ വിടുതലിനായി, രക്ഷയ്ക്കായി, മാനസാന്തരത്തിനായി, രാജ്യത്തിൻ്റെ സ്വസ്ഥതയ്ക്കായി, വിടുതലിനായി, സമാധാനത്തിനായി, അരാജകത്വം നിറഞ്ഞ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ മാറി തീവ്രവാദം, ഭീകരവാദം, വർഗീയതയിലൊക്കെയും കർത്താവെ ഞങ്ങളുടെ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി ഇന്ന് പകൽ ദൈവസന്നിധി ഞങ്ങൾ മധ്യസ്ഥ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ ബന്ധനങ്ങളുടെ നടുവിൽ അകപ്പെട്ട് കിടക്കുന്ന അനേക ജീവിതങ്ങൾ കർത്താവെ ഇന്ന് പകൽ വിടുവിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൻ്റെ ഭാഗമായി കർത്താവെ നീതിയോടെ ഈ ഭൂമി ജനം ജീവിച്ച് കർത്താവെ ഈ ലോകം വിട്ടു പോകുമ്പോൾ യഥാർത്ഥമായി ആ നിത്യതയുടെ സന്തോഷം അനുഭവിപ്പാൻ ഈ ജനത്തിൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കടനായി യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ആ വിഷയത്തെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വത്തെ കർത്താവെ ജനത്തിൽ വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ നടിയിലൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളെ ഇന്ന് പകൽ കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ദുരിതമനുഭവിച്ചും സങ്കടങ്ങൾ അനുഭവിച്ചും കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന അനവധി ജീവിതങ്ങൾക്ക് കർത്താവെ ആശ്വാസവും സമാധാനവും കൊടുക്കണമേ. ഹല്ലേലൂയ. കേരളത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. 14 ജില്ലകളെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. 3.25 കോടി ജനത്തിനായി തലമുറകൾ, എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളായി തിങ്ങിപ്പാർക്കുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും പന്നശാലകൾക്കും പലരും വീണ് കർത്താവെ അതിൽ കൂടെ പാപത്തിൻ്റെ വശീകരണത്തിൽ വീണ് സ്വയം നശിക്കുന്ന ഈ കാഴ്ചകൾ കേരളത്തിൽ കർത്താവെ ദിനതോറും ഞങ്ങൾ കാണുമ്പോൾ ഈ ജനത്തിൻ്റെ രക്ഷയ്ക്കും മാനസാന്തരത്തിനുമാടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കേരളം നശിച്ചു പോകാതെ പാപത്തിൻ്റെ അധീനമായി ശക്തിയിൽ ജനം വിടുവിക്കപ്പെട്ട് യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് ജനം മടങ്ങി വരുവാൻ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ വിഷയങ്ങളെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സകല ജനങ്ങൾ ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി കേരളം കർത്താവെ വളരെ അന്ധകാരത്തിലൂടെ ഇരുളിൻ്റെ ആധിപത്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്നൊരു മോചനത്തിനായിട്ടും പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജനത്തിൽ വിടുതലയക്കണമേ, സ്വസ്ഥത അയക്കണമേ. കണ്ണുനീരിൻ്റെ നടുവിൽ നിന്ന് കേരളം വിടുവിക്കണമായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ ജനത്തിൻ്റെ മാനസാന്തരത്തിനായി കർത്താവെ, അവരുടെ അഭിവൃദ്ധിക്കായി, അവരുടെ നന്മയ്ക്കായി, അനുഗ്രഹത്തിനായി, അവരുടെ വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പാപശാപ രോഗ ബന്ധനങ്ങളാൽ വിവിധ കുടുംബങ്ങൾ കെട്ടപ്പെട്ട് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ കേരളത്തിൽ കർത്താവെ ഹല്ലേലൂയ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനവധി ജീവിതങ്ങൾ ഓരോ ദിവസവും ആത്മഹത്യ ചെയ്ത് സ്വയം നശിക്കുമ്പോൾ ഹല്ലേലൂയ അനവധി ആളുകൾ കർത്താവെ ആക്സിഡൻറ്റുകൾ കർത്താവെ വിട്ട് മരിക്കുമ്പോൾ അനവധി കുടുംബങ്ങൾക്കകത്ത് കർത്താവെ അരാജകത്വം, കണ്ണുനീരും, ഹല്ലേലൂയ മഹാവ്യാധികളാൽ കടന്നു പോകുന്ന അനവധി കുടുംബങ്ങൾ, സ്വസ്ഥതയില്ലാത്ത, സന്തോഷമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം കർത്താവ് ആശ്വാസവും സമാധാനം ഇവിടുന്ന് കൊടുക്കണമേ. ദൈവത്തിൻ്റെ നീതിയുള്ള കരം വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ കേരളത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ നടക്കണമായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ രാജ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
29 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കർത്താവെ 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 145 കോടിയിലോളം വരുന്ന ജനം ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിൽ വീണ് ഹല്ലേലൂയ മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ട് ജീവിതം കർത്താവെ തകർന്ന് തരിപ്പണമായി ജീവിതം എന്തെന്നറിയാൻ കഴിയാതെ തകർന്നു കിടക്കുന്ന അനേക ജീവിതങ്ങൾ ഇന്ന് പകൽ വിടിവിക്കപ്പെടുവാൻ മാനസാന്തരപ്പെടുവാൻ ഹല്ലേലൂയ സുവിശേഷത്തിലേക്ക് ജനം മടങ്ങി വന്ന് തങ്ങളുടെ പാപത്തിൻ്റെ അകൃത്യങ്ങളെ നീക്കിക്കളഞ്ഞ് ദൈവിക സന്നിധി സമാധാനം പ്രാപിക്കുവാൻ ഹല്ലേലൂയ ജനത്തെ ഒരുക്കണമേ. എല്ലാത്തിനേക്കാൾ ഉപരിയായി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ലോകരാജ്യങ്ങളെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ഹല്ലേലൂയ 29 സംസ്ഥാന 7 ഭൂഖണ്ഡങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലധികം ജനങ്ങൾ തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ കർത്താവേ ഞങ്ങൾ ജനത്തിൻ്റെ വിടുതലായി സ്വസ്ഥതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ 7 ഭൂഖണ്ഡങ്ങളിലും കർത്താവേ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, സന്തോഷമില്ലാത്ത കുടുംബങ്ങൾ 7 ഭൂഖണ്ഡങ്ങളിലായി വെള്ളത്തിൻ്റെ സ്രോതസ്സുകളില്ലാതെ, നെറ്റ്വർക്കുകളില്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഹല്ലേലൂയ സ്കൂളുകളോ കോളേജുകളോ കർത്താവേ കലാലയങ്ങളോ ഹല്ലേലൂയ വാഹന സൗകര്യങ്ങളോ ആശുപത്രികളോ ഒന്നുമില്ലാതെ മനുഷ്യൻ കർത്താവേ പാപത്തിന് അധീനമായ അനുഭവത്തിലൂടെ 7 ഭൂഖണ്ഡങ്ങൾ കൂടെ കർത്താവേ ജനം കടന്നു പോകുമ്പോൾ ദാരിദ്ര്യം കൊണ്ട് കർത്താവേ പലരും കഷ്ടത അനുഭവിക്കുമ്പോൾ പുറലോകമായി യാതൊരു ബന്ധവുമില്ലാതെ മനുഷ്യ സംസർഗങ്ങളില്ലാതെ പല കോളനികളും കർത്താവേ പല ദ്വീപുകളിലെ ജനങ്ങൾ പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ അതിൽ നിന്ന് കർത്താവേ ജനത്തിന് മോചനം കൊടുക്കണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളിൽ ശക്തമായ ഒരു ആത്മീയ ഉണർവുണ്ടാകുവാൻ ഈ നാളുകളിൽ ലോകരാജ്യത്തിൻ്റെ വിടുതലിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ശക്തരായിരിക്കുന്ന ദൈവഭക്തന്മാരെ, ദൈവദാസിദാസന്മാരെ ലോകമെമ്പാടും എഴുന്നേൽപ്പിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 800 കോടി ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ്. കർത്താവേ ജനം നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുതേ. പാപത്തിൽ മരിച്ചവർ നിത്യമായി നരകത്തിലേക്ക് പോകാതെ കർത്താവേ അവർ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച് നിത്യമായ സന്തോഷത്തിൻ്റെ ഉടമകളായി നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഇന്ന് പകൽ 7 ഭൂഖണ്ഡങ്ങളിലുമുള്ള ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ വിദേശ രാജ്യങ്ങൾക്കകത്ത് ജോലിക്ക് കടന്നു പോയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരുണ്ട്. കാലങ്ങളായി ജോലിക്ക് കടന്നുപോയിട്ടും സ്ഥിരമായ ജോലി ലഭിക്കാതെ, പെർമനൻ്റായൊരു ജോലി കിട്ടാതെ, നല്ല സാലറി ഇല്ലാതെ കർത്താവെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. അവർക്കൊക്കെ കർത്താവെ നല്ല ജോലികളെ കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വിസയുടെ കാലാവധി കഴിഞ്ഞവർ, പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞവരതൊക്കെ പുതുക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവരൊക്കെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിനും കഴിയാതെ പലപ്പോഴും പല രാജ്യങ്ങളിലെ നിയമം വിസ ലഭിക്കാതെ ലഭിക്കാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾക്കകത്തും കർത്താവെ ആയിരിക്കുന്ന നിരവധി ജീവിതങ്ങൾ വിഷയത്തിനകത്തും കർത്താവ് ഒരു മറുപടി നൽകണമേ. ഈ ദിവസങ്ങളിൽ കർത്താവെ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ ജനത്തിൻ്റെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു, സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയാണ്, സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്ത് ജോലിക്കായി കടന്നുപോയിട്ട് മണലാരണ്യത്തിൽ കഷ്ടം സഹിച്ച് കർത്താവെ ചോര വിയർപ്പാക്കി ജോലി ചെയ്യുന്നവർ, അവരുടെ സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട്. നാട്ടിലായിരിക്കുന്ന ഉറ്റവരെയും ഉടയവരെയും കാണാൻ കഴിയാതെ, നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, അവർക്കൊക്കെയും കർത്താവെ നാട്ടിൽ കടന്നു വരുവാനൊക്കെ ഉള്ള വഴികൾ ഒരുക്കണമേ. ദേശരാജ്യത്തിൻ്റെ സഹോദരിമാർ ജോലിക്ക് കടന്നുപോയിട്ട് വലിയ പീഡയിലൂടെ കടന്നു പോകുന്നു. സ്പോർട്സ്മാരവരുടെ കർത്താവെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന ആകയാൽ പലർക്കും നാട്ടിൽ കടന്നു വരുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന മൃഗീയമായ പീഡനത്തിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ സ്ഥിതിക്കെല്ലാം ഒരു മാറ്റം വരുത്തുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ സ്വതന്ത്രമായി തീരണനായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ വിദേശ രാജ്യത്ത് ജോലിക്ക് കടന്നുപോയി വിവിധ കേസുകളൊക്കെ പെട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. അവർക്ക് മോചനം കൊടുക്കണമേ. വിവിധ ആക്സിഡൻറ്റുകൾപ്പെട്ട് കർത്താവെ കേസുകളകപ്പെട്ടവരുണ്ട്, അവർക്ക് മോചനം കൊടുക്കണം. വീട്ടുതടങ്കലിലായിരിക്കുന്നവരുണ്ട്, അവർക്ക് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വിദേശ രാജ്യത്ത് ജോലിക്ക് കടന്നുപോയി കർത്താവെ വിസയുടെയും പാസ്പോർട്ടിൻ്റെ ഒക്കെ കാലാവധി കഴിഞ്ഞ് നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഒളിവിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ വിദേശ രാജ്യങ്ങളിൽ വിവിധമായ ഭാഗങ്ങളിലുണ്ടല്ലോ, അവർക്കെല്ലാം കർത്താവ് വിടുതലും മോചനം കൊടുക്കണമേ. അവർ നാട്ടിലേക്ക് കടന്നു സ്വർഗത്തിലെ ദൈവമേ അവരോട് ഇടപെടണമേ. ഓരോ രാജ്യത്തെയും കർത്താവ് എംബസികളോട് ഇടപെട്ട് അവർക്കുള്ള വഴികളെ, മുഖാന്തരങ്ങളെ, സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്.
കർത്താവ് ഈ വിദേശ രാജ്യത്ത് പോയി കഷ്ടം സഹിക്കുന്നതിനോട് നൊമ്പരപ്പെടുന്ന അനവധി ആളുകൾ, അവർക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെടുത്തണോപ്പാ. കർത്താവ് ഇന്ന് പകൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, മടുത്തു പോകാതെ ഈ ജനത്തിന് വേണ്ടി ഇന്ന് പകലടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകമെമ്പാടുള്ള ജനം കർത്താവ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഹല്ലേലൂയ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ഈ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വിടുതലിന് വേണ്ടി അടിയും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ജനത്തിന് മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിടുതൽ കൊടുക്കണമേ. കഷ്ടത്തിലൂടെ, സങ്കടത്തിലൂടെ, ദുഃഖത്തിലൂടെ, കണ്ണുനീരിലൂടെ, ആമീൻ, കൊടിയ വ്യാധിയിലൂടെ ഹല്ലേലൂയ കടന്നു പോകുന്ന അനവധി കുടുംബങ്ങൾ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, വേദനയുടെ നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്കെല്ലാം കർത്താവെ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവി വേദനയും ടോൺസിസും തൈറോയിഡും ചെവിയുടെയും തലയുടെയും പെടലിയും ഒക്കെ ബാലൻസ് തെറ്റിയവർ, മൂക്കിൽ ദശവളനും മോണ സംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹാർട്ടിൻ്റെ ലിവറിൻ്റെ ലെൻസ് സംബന്ധമായ രോഗങ്ങൾ, ഹല്ലേലൂയ കർത്താവേ, ഉദര സംബന്ധമായ രോഗങ്ങൾ, യൂട്രസ് സംബന്ധമായ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, എല്ലാ നാട്ടിനരമ്പ് ജോയിൻറ്റുകളിലും പേശികളിലും രക്തധമനികളിലും വ്യാപരിക്കുന്ന എല്ലാ മഹാവ്യാധിയിൽ നിന്ന് കർത്താവേ ജനത്തിന് വിടുതൽ കൊടുക്കണമേ. ഹല്ലേലൂയ. വിവിധ കർത്താവ് സർജറി കഴിഞ്ഞ് കിടക്കുന്നവർ, കർത്താവേ ഹല്ലേലൂയ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കിടക്കുന്നവർ, ICUവിൽ മെന്ററിൽ കിടക്കുന്നവരുണ്ട്, അവർക്കെല്ലാം വിടുതൽ കൊടുക്കണമേ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവർ കർത്താവേ അവർക്ക് ആശ്വാസം കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ കോടാനുകോടി ജനത്തിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഭൂതബാധിതർ, മാനസിക രോഗികൾ, മെൻ്റൽ ഹോസ്പിറ്റലായിരിക്കുന്നവർ, ഡിപ്രഷൻ രോഗത്താൽ, ഓട്ടിസം രോഗത്താൽ ഭാരപ്പെടുന്നവർ, അവർക്കെല്ലാം കർത്താവ് മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കണ്ണ് കാണാത്തവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, മുടന്തന്മാരും തളവാദ രോഗികളുണ്ട്. കർത്താവേ നാളുകളായി കിടപ്പിലായിരിക്കുന്നവർ, ജന്മനാ വൈകല്യമുള്ള മറ്റൊരാളെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്കെല്ലാം കർത്താവ് ആശ്വാസം, സമാധാനം കൊടുക്കണമേ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനേക ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങയുടെ മഹത്വമേറിയ കരം കർത്താവേ ജനത്തിന് വേണ്ടി വെളിപ്പെടുവാൻ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപം നിറഞ്ഞ്, ശാപം നിറഞ്ഞ്, രോഗങ്ങൾ നിറഞ്ഞ് കർത്താവേ ജനം വലയുമ്പോൾ അതിൽ നിന്നൊരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ദുർമന്ത്രവാദങ്ങളും ദുർസേവകളും ദുർഭൂതാരാധന ശക്തികളും പൈശാചിക ശക്തികൾ സാത്താൻ പല വിധത്തിലും പല തരങ്ങളിലുമായി ജനത്തെ, കുടുംബങ്ങളെ നശിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ജനം വിടുവിക്കപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും അധീനരായി കിടക്കുന്ന അനവധി ജീവിതങ്ങൾ അവർക്കൊരു മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മദ്യലോപികളെ കർത്താവേ, ബാർ ഉടമകളെ, ബീവറേജ് ഉടമകളെ, കള്ള് ഷാപ്പ് ഉടമകളെ കർത്താവേ, മയക്കുമരുന്നുകൾ, അന്യ സംസ്ഥാനങ്ങൾ കേരളത്തിലേക്ക് സുലഭമായി കൊണ്ടുവന്ന് വിറ്റ് കോടാനുകോടി പണം ഉണ്ടാക്കി സാധുക്കളായിരിക്കുന്ന കുടുംബങ്ങളെ, സാധാരണക്കാരായിരിക്കുന്ന കുടുംബങ്ങളെ നശിപ്പിക്കുന്ന കർത്താവേ ലോബികളെയൊക്കെ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവർക്ക് നിയമത്തിന് മുമ്പിൽ കടന്നുവരാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിഭാഗങ്ങൾ, അതിൻ്റെ പരിസരങ്ങളായി, വിവിധ അക്കാഡമികളുടെ പരിസരങ്ങളായി കള്ളും കഞ്ചാവും വിൽക്കുന്നവർ, കഞ്ചാവും ചരസും കറുപ്പും ഹാഷിഷും ഹെയറോയിനും ബ്രൗൺ ഷുഗറും വിവിധ ഗുളികകളും കർത്താവ് വിവിധ ലലിയ വിവിധ കർത്താവേ സ്തോത്രം ലൈനുകളും ഒക്കെ കൊടുത്ത്, ഗുളികകൾ കൊടുത്ത് അവിടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ അവിടെ തലമുറയെ നശിപ്പിക്കുന്ന ദൂട്ട സാത്താനി ശക്തികളെ, മയക്കുമരുന്ന് ലോബികളെ സന്ദർശിക്കണമേ. എല്ലാ ഗുണ്ടാ സംഘങ്ങളെയും, എല്ലാ കൊട്ടേഷൻ സംഘങ്ങളെയും, ഭൂമാവികളെയും, ബ്ലേഡ് മാവികളെയും എല്ലാ കർത്താവേ സ്ത്രീ മാവികളെയും ദൈവം സന്ദർശിക്കുന്നതായി കർത്താവേ, എല്ലാ കർത്താവേ സദാചാര വിരുദ്ധ സാമൂഹിക വിരുദ്ധരെയും എല്ലാ കൊട്ടേഷൻ സംഘങ്ങളെയും ദൈവം സന്ദർശിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യ മനസ്സിനെ കർത്താവേ, മനുഷ്യ ജീവിതത്തെ, കുടുംബങ്ങളെ തകർക്കുന്ന സകല സാത്താനി ശക്തികളെയും യേശുവിൻ്റെ നാമത്തിലെയും ശാസിച്ചതുമേ ജയപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ലോകമെമ്പാടും വിടുതൽ നടക്കണം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് പകൽ മടുപ്പില്ലാതെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവരെവിടെയായിരുന്നാലും, ജനം കഷ്ടം അനുഭവിക്കുന്ന ഏത് മേഖലയിലായിരുന്നാലും അതിനൊരു മോചനം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ പ്രാർത്ഥിക്കുവാൻ മാത്രമേ കഴിയുള്ളൂ. കർത്താവേ സഹായിപ്പാൻ അടിയനെ കൊണ്ട് കഴിയില്ല. ഈ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി അടിയന് പകൽ മധ്യസ്ഥ ചെയ്യുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലും വൃത്തരും അശരണ യാചകരും ഓർഫനേജിലും വോൾട്ടേജും ജുവൽ ഹോമിൽ തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തിൻ്റെയും വിടുതലാടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ
എവിടെയും സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, കണ്ണുനീര് മാത്രം, ദുഃഖങ്ങൾ മാത്രം. ആമേ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവേ ആമേ കിടക്കെ കണ്ണുനീരുകൊണ്ട് നനയ്ക്കുന്ന ആമേ കർത്താവേ കിടക്കെ കണ്ണുനീരുണ്ട് നനച്ച് ആമേ രാത്രികാലങ്ങൾ വിങ്ങിപ്പൊട്ടുന്ന സൗകര്യമാർ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ലാതെ കുടുംബജീവിതം തകർന്ന് കുടുംബജീവിതം ഛിന്നഭിന്നമായി കിടക്കുന്ന അനവധി ആളുകളുണ്ടല്ലോ. കർത്താവേ അതിനെല്ലാം ഒരു യഥാസ്ഥാപനം കൊടുക്കണമേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് മുഖാന്തരം കുടുംബം തകർന്ന് കർത്താവേ ഡിവോഴ്സിന് കേരളത്തിലെ 30ഓളം കുടുംബ കോടതികൾക്കകത്ത് കെട്ടിക്കിടക്കുന്ന ആമേ കോടിക്കണക്കിന് കേസുകൾക്ക് ഒരു വിരാമം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുതെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടായിട്ടും കർത്താവേ മനുഷ്യനത് വകവെക്കാതെ ഹല്ലേലൂയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബജീവിതം തകർന്നു കിടക്കുന്ന അനവധി ആളുകളുണ്ട്. അവർക്കെല്ലാം ഒരു മോചനം കൊടുക്കണമേ, ഒരു ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ, ഇന്ന് മകളടിയും പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവപ്രവർത്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന മുഖാന്തരം കുടുംബജീവിതം തകർന്നവർ, വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതെ ഭാരപ്പെടുന്ന സഹോദരി സഹോദരന്മാർ, ഹല്ലേലൂയ കർത്താവേ ആമേ കുടുംബജീവിതം ആരംഭിച്ച സഹോദരന്മാർ സഹോദരിമാർ മരണപ്പെട്ട ജീവിതത്തെ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കൗമാരക്കാരെയൊക്കെ വശീകരിച്ച് പാപത്തിലകപ്പെടുത്തി അവരെ കർത്താവെ നശിപ്പിക്കുന്ന അനവധി ആളുകൾ ഞങ്ങളുടെ മധ്യയുണ്ട്. അങ്ങനെയുള്ള കിരാതന്മാരെയൊക്കെ സന്ദർശിക്കണമേ. അതുപോലെ അനേക ഭ്രൂണഹൃത്തികൾ കേരളത്തിൽ ഭാരതത്തിൽ ലോകരാജ്യങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം കുലപാതകമാണ്, ദൈവം വെറുക്കുന്ന പാപമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ജനം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ തങ്ങളുടെ പാപങ്ങളെ വിട്ടൊഴിയേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ആരോഗ്യ മേഖലയുടെ ഡോക്ടർമാർക്കായി, ഹല്ലേലൂയ മെഡിക്കൽ മേഖലയിലായിരിക്കുന്ന എല്ലാ പ്രിയ നഴ്സുമാരടക്കമുള്ളവർ അവരെയൊക്കെ ദൈവം മാനിക്കണമേ, അവരെയൊക്കെ അനുഗ്രഹിക്കണമേ. അവിടെ കഷ്ടതകളും പ്രയാസങ്ങളും പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ഹല്ലേലൂയ ആമേ കർത്താവേ ഗതാഗത മേഖലയിലും ഹല്ലേലൂയ ആമേ വൈദ്യുതി മേഖലയിലൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ എല്ലാ ജനത്തിനും സമാധാനം കൊടുക്കണം. തകർന്നു കിടക്കുന്ന അനവധി ജീവിതങ്ങൾ പണിയപ്പെടുവാൻ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ ജനത്തിന് ആശ്വാസം കൊടുക്കണം, സമാധാനം കൊടുക്കണം, സന്തോഷം കൊടുക്കണമേ. ഹല്ലേലൂയ പാപത്തിൻ്റെ വശീകരണത്തിനകത്ത് വീണ് കിടക്കുന്ന അനവധി ആളുകളുടെ രക്ഷയ്ക്കായി ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ജനത്തിന് സമാധാനം പകരുവാൻ, സ്വസ്ഥത പകരുവാൻ, കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന ജനത്തിന് ആശ്വാസം പകരുവാൻ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ 2 വീലിലും 3 വീലിലും 4 വീലും ഒക്കെ യാത്ര ചെയ്യുന്നവർ, ഹെവി വാഹനം ഓടിക്കുന്നവർ, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, യാത്ര ചെയ്യുന്നവർ പലപ്പോഴും മയക്കുമരുന്നിന് അടിമകളായി ബോധം നഷ്ടപ്പെട്ട് വലിയ അപകടങ്ങൾ വരുത്തി വെക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഞങ്ങളുടെ കർത്താവേ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ യാതൊരു വിധത്തിൽ ലഹരിക്ക് അടിമകളായി തീരാതെ സുബോധം നഷ്ടപ്പെട്ടു പോകാതെ സുബോധാത്മാവിൽ അവർ കർത്താവേ അവർ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിൽ ഇരിക്കുന്ന ജീവൻ്റെ വില തിരിച്ചറിയേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയിലൂടെ കർത്താവേ സ്കൂളിൽ നടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, 2 വീലും 3 വീലും 4 വീലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഹെവി വാഹനത്തിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. പലപ്പോഴും അപകടം സംഭവിക്കുമ്പോൾ അതിനൊക്കെ വിടുതൽ കൊടുക്കണമേ. ഇവിടെ ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളെയും വ്യവസായികളെയും വഴിയോര കച്ചവടക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് പരാജയപ്പെട്ട് ബിസിനസ് നഷ്ടം വന്ന് വളരെ സങ്കടം മരണത്തിനെതിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കടം മുഖാന്തരം പുറത്തിറക്കാൻ കഴിയാതെ കിടക്കുന്നവരുണ്ട്. ഹല്ലേലൂയ അതിനൊക്കെ വിടുതൽ കൊടുക്കണമേ. അവരിലേക്ക് നോക്കിയ പ്രകാശരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. കഷ്ടത വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ കർത്താവേ ദൈവത്തിന് മുഴകാലും മടക്കി പ്രാർത്ഥിക്കുവാൻ, ആ വിഷയത്തിന് മറുപടി കാണുവാൻ ഈ ജനത്തിൻ്റെ ആത്മീകരണ തുറക്കടനാടിയും പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവമേ ജനത്തെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു അരുളി ചെയ്ത നല്ല കർത്താവ് പറഞ്ഞല്ലോ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഈ ദിവസങ്ങൾ കർത്താവേ ജനം വിവിധ തലത്തിൽ മടുപ്പ് വന്ന് പ്രാർത്ഥനയിൽ മാറി ആരാധനയില്ലാതിരിക്കുന്ന അനവധി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കടലോരവാസികൾക്കായി, തീരദേശവാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. ആഴക്കടൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആമയുടെ ജീവൻ പണയം വെച്ചവർ കർത്താവേ കടലിലോട് മല്ലടിച്ച് ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ പോരാടുമ്പോൾ അവരെയും കർത്താവ് കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ എല്ലാ മേഖലയിലും ഒരു ശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. പാടത്തും പറമ്പിലും കോറിയിലും കല്ലിലോടും മണ്ണിലോടും പണിയെടുക്കുന്നവർ, തടിയോട് പണിയെടുക്കും, ചോര വേർപ്പാക്കി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി ഉയരമുള്ള വലിയ കെട്ടിടങ്ങൾ തൂങ്ങിടുന്ന് പെയിൻ്റ് അടിക്കുന്നവരും ഹല്ലേലൂയ മറ്റ് വിവിധമായ വർക്കുകൾ ചെയ്യുന്നവരെയും ദൈവമേ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്.
നിരന്തരമായി അപകടങ്ങൾ വരുന്നത് കാണുമ്പോൾ കർത്താവെ ജനത്തിൻ്റെ രക്ഷയ്ക്കായി, ജനത്തിൻ്റെ വിടുതലിനായിട്ടും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വം കർത്താവെ ജനത്തിൽ വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമേ, ഇന്ന് പകൽ കർത്താവെ അവിടുന്ന് ആശ്വാസം കൊടുക്കണമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ ഭരണ സംവിധാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ കർത്താവ് ഗവർണർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മറ്റ് സംസ്ഥാനങ്ങളുടെ ഗവർണർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഓഫീസുകൾക്കായി, ജീവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിൻ്റെ പ്രസിഡന്റായി ഹല്ലേലൂയ സ്റ്റാഫുകൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി, പേഴ്സണൽ സ്റ്റാഫുകൾക്കായി ഹല്ലേലൂയ ആഭ്യന്തരമന്ത്രിക്കായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ ലോകസഭ, രാജ്യസഭാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ ആമീൻ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർക്കെല്ലാം ദൈവ ആശ്വാസവും സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ ജനത്തിൽ വിടുതൽ കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ. കണ്ണുനീരിൻ്റെ നടുവിൽ കർത്താവ് വിടിവിക്കണമേ. അടുത്തരത്തിൽ കാക്കുന്ന BSFനായി, CRPFനായി രാവുകളില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നവർ ഞങ്ങൾ സുഖനിദ്രയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമീൻ ഞങ്ങൾക്ക് വേണ്ടി കാവൽ ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ധീരസാമയ കർത്താവ് ജവാന്മാർ ആമീൻ വീരവൃത്തി മരിച്ചു. ഹല്ലേലൂയ. അവരുടെ കുടുംബങ്ങൾ, സഹോദരിമാർക്കായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ആശ്വാസം ദൈവം കൊടുക്കണമേ. അവിടെ കർത്താവെ ക്രമസമാധാന പാലകരായിരിക്കുന്ന കേന്ദ്ര, സംസ്ഥാന, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും, ആഭ്യന്തര സെക്രട്ടറി, പോലീസിൻ്റെ വിവിധ സെക്ഷനുകൾക്കായി ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തൊട്ട് എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരും ക്രമസമാധാന പാലന രംഗത്ത് അനുഭവിക്കുന്ന പീഡകൾ ഏറെയാണ്. കർത്താവർക്ക് ആശ്വാസം കൊടുക്കണമേ. അവിടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രഹസ്യാന്വേഷണങ്ങൾക്കായി പ്രാർത്ഥിക്കും. ക്രൈംബ്രാഞ്ച്, CBI, ഇന്റർപോൾ, രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി ഹല്ലേലൂയ. ഞങ്ങളുടെ EDA അടക്കമുള്ളവരെ മറ്റ് വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. എക്സൈസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ് രംഗങ്ങളിലായിരിക്കുന്നവരെയും ഇവിടെ കോസ്റ്റ് ഗാർഡിനെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും കർത്താവ് ഒരു ശുദ്ധീകരണത്തെ ദൈവം കൊടുക്കണമേ. എല്ലാ മേഖലയിലും ശുദ്ധീകരണം പകരുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ശക്തമായ ഒരു ആത്മീയുടമനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെ സുപ്രീം കോടതി കർത്താവേ, ഓരോ സംസ്ഥാന ഹൈക്കോടതിയും അവിടെ ജഡ്ജിമാർ, കോടതിയിലെ വിവിധ ഉദ്യോഗസ്ഥർ, ഞങ്ങളുടെ കർത്താവേ അഡ്വക്കറ്റുമാർ, അവരുടെ സ്റ്റാഫുകളെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ജനം അനുഭവിക്കുന്ന ആ പ്രതിസന്ധികളെ നടുവിന്നൊരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കാലവർഷം പലയിടത്തും പെയ്യുന്നുണ്ട്. അത് മുഖാന്തരം മഹാവ്യാധികളോ വൈറസ് രോഗങ്ങളോ ഒന്നും ഉണ്ടാകാതെ പ്രിയപ്പെട്ട കുടുംബങ്ങളെയൊക്കെ നമ്മയോട് സൂക്ഷിക്കേണ്ടതിനായി ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദുരിതങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്. അങ്ങനെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ തന്നെ കേരളത്തിലും ഭാരത ലോകരാജ്യങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ അവർ കടന്നു പോകുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകൾ സുവിശേഷ മുഖാന്തരം പീഡയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, ജയിൽവാസം അനുഭവിക്കുന്നവരെ ഒക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഒരു ആശ്വാസം കൊടുക്കണമേ, ഒരു സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും ഒരു ശുദ്ധീകരണം വേണം കർത്താവേ. മനുഷ്യൻ പാപത്തിനും ശാപത്തിനും രോഗത്തിനും വീണ് ദൈവത്തിൽ നകന്ന് ദൈവമായി യാതൊരു ബന്ധമില്ലാതെ പാപത്തിൻ്റെ അടിത്തട്ടി വീണ് കിടക്കുന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഒരു മടങ്ങി വരും ജനത്തെ കൊടുക്കണമേ. അകൃത്യങ്ങൾ ജനത്തെ വിടിവിക്കണമേ. അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടക്കുന്ന ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപാലവൃത്തം ജനത്തിൻ്റെ രക്ഷയ്ക്കായി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കണ്ണുനീറി കുതിർന്ന് കിടക്കുന്ന അനവധി ജീവിതങ്ങളുണ്ട്. ജപ്തി നടപടി നേരിടുന്നവർ, കടക്കണിയിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തിക കഷ്ടം അനുഭവിക്കുന്നവർ, ഉപരിപഠനത്തിനായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പേരൻസിന് ആവശ്യമായി സാമ്പത്തിക വഴികളെ, നന്മകളെല്ലാം ദൈവം നൽകി മാനിക്കണമേ. കർത്താവേ അടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ അനവധി വിഷയങ്ങളുണ്ട്. എന്നാലും കർത്താവേ അല്പസമയം പ്രാർത്ഥിപ്പാനായി ദൈവം കൃപ തന്നല്ലോ. ഈ ജനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളിൽ ശക്തമായി ഉണർവഹിക്കണമേ. കർത്താവേ ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് ഞങ്ങൾ വചനം വായിക്കുന്നല്ലോ. മുഖപക്ഷം കൂടാതെ എല്ലാവരുടെയും സങ്കടം അറിയുന്ന ദൈവമേ, അവർക്ക് വേണ്ടി അടിയും നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ നീതിയുള്ള കരം വെളിപ്പെടണം. കർത്താവേ എന്നെ ആരും അറിയുന്നത് ഞാൻ ആരെയും അറിയുന്നില്ല. എന്നാൽ എന്നെയും കാണുന്ന, ലോകത്തുള്ള ജനത്തെയും കാണുന്ന, ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന, കഷ്ടത കാണുന്ന, കഷ്ടതയിൽ കടന്നു പോകുന്ന കുടുംബങ്ങളെ അറിയുന്ന ദൈവമേ,
ഇന്ന് പകൽ കർത്താവേ ആ ജനത്തെ എല്ലാം ഏൽപ്പിക്കുന്നു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന അലിച്ചത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽ കർത്താവെ പ്രാർത്ഥനയും ജനത്തെ സമർപ്പിച്ച് ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം. ഇന്ന് പകൽ എല്ലാ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും അത്ഭുതങ്ങൾ നടക്കണം കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.